എനിക്കൊപ്പം നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തകളുമായിട്ട് ചേരുന്നുണ്ട്. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചരണത്തിൻ്റെ പരസ്യ പ്രചരണം അത് നാളെ അവസാനിക്കുകയാണ്. ദേശീയ നേതാക്കളെ തന്നെ രംഗത്തിറക്കി കൊഴിപ്പിക്കാനാണ് പാർട്ടികൾ ശ്രമിക്കുന്നത്. അതായത് 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യ പ്രചരണമാണ് നാളെ അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നും നാളെയാണ് കൊട്ടിക്കലാശം. അപ്പോൾ വലിയ രീതിയിലുള്ള ആവേശത്തിലായിരിക്കും അല്ലേ ദേശീയ തലത്തിൽ തന്നെ മുന്നണികൾ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിലായ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 19-ന് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അവസാനവട്ട പ്രചാരണത്തിലാണ് പാർട്ടികൾ ഉള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം രംഗത്തിറക്കൊണ്ട് പ്രചാരണം കൊഴിപ്പിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നിപ്പോൾ ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അതോടൊപ്പം അഗർത്തലയിൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. ജമ്മുവിലാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉള്ളത്. അത്തരത്തിൽ താരപ്രചാരകർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് ശക്തമായ പ്രചരണം അവസാന ഘട്ടത്തിൽ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി ആവേശവും ഓളവും ഉണ്ടായിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടുകൾ മാറ്റുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. മൊത്തം 1625 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ഉള്ളത്. ഇതിൽ പലരും പ്രമുഖരാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരി, കിരൺ റിജിജു പോലുള്ള കേന്ദ്രമന്ത്രിമാരുണ്ട്. അതോടൊപ്പം തന്നെ കാർത്തി ചിദംബരം, അതോടൊപ്പം നകുൽനാഥ് പോലത്തെ മുതിർന്ന നേതാക്കളുടെ മക്കൾ മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ താരങ്ങൾ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളെ വൈകിട്ട് പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. പരമാവധി കൊഴിപ്പിക്കുക, ഈ അവസാന ഘട്ടത്തിലും പരമാവധി ആളുകളെ നേരിൽ കാണുക, പരമാവധി പ്രചാരണം കൊഴിപ്പിക്കുക എന്ന് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം. അതേസമയം ആ മൂർച്ചയ്ക്കും, അതായത് ആക്രമണത്തിൻ്റെ മൂർച്ചയേറുന്നു എന്നും എടുത്തു പറയണം. പ്രത്യേകിച്ച് ഒരു വശത്ത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ BJP നേതാക്കൾ ശക്തമായി തന്നെ കോൺഗ്രസിനെതിരെ, അത് കുടുംബാധിപത്യമാകട്ടെ, ഇന്ത്യ ബ്ലോക്ക് ആകട്ടെ, ഓരോ വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കാലത്തെ അഴിമതികളാകട്ടെ, ഈ 75 വർഷം കോൺഗ്രസ് എന്ത് രാജ്യത്ത് ചെയ്തു എന്ന ചോദ്യങ്ങളാകട്ടെ, അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് പാളയം അല്ലെങ്കിൽ ഇന്ത്യ ഗ്രൂപ്പ് ശക്തമായ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പരാജയം, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അതോടൊപ്പം തന്നെ ഓരോ മേഖല കർഷക സമരങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ മോദി ഉയർത്തുന്ന ഈ ഗ്യാരണ്ടികൾ, അദ്ദേഹം 2014 നൽകിയ ഗ്യാരണ്ടികൾ എവിടെ വരെ എത്തി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ശക്തമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നു എന്നുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-നാണെങ്കിൽ പോലും ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അത് തീർച്ചയായും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ നിർണായകമാണ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും ഒന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് എന്നും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം എല്ലായിടത്തും നടക്കിയത്. പക്ഷേ തമിഴ്നാട് തന്നെയായിരിക്കും ഈ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ആകുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അരുൺ.